ഒരു തരത്തിലും അടക്കാൻ പറ്റാതെ വീട് ജപ്തി ചെയ്ത് പോകുമ്പോൾ അവർ തെരുവിലിറങ്ങിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല സർ. എങ്ങനെ അവർ രക്ഷിക്കും? ഇങ്ങനെ ഒരു ബില്ല് വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പഞ്ചായത്തുകളിൽ 10 സെൻറ്റിന് താഴെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ 5 സെൻറ്റ് താഴെയുള്ളവർക്ക് ഈ ബാങ്കുകൾ, സർവീസ് സഹകരണ ബാങ്കുകൾ ലോൺ കൊടുക്കാതായി. ഇനിയിപ്പോൾ ഈ നിയമം പ്രാവർത്തികമായി വന്നാൽ അത് നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതി വരില്ലേ എന്നതാണ് എൻ്റെ സംശയം. മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ ആയിക്കഴിഞ്ഞു. നേരത്തെ ഇതിപ്പോൾ പല സഹകരണ ബാങ്കുകളിലും ജപ്തി ചെയ്യാനും പറ്റില്ല, കാശ് തിരിച്ചടയ്ക്കില്ല. ജപ്തി ചെയ്യുമ്പോഴേക്കും MLA പോയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് പോയിരുന്നു, ആളുകൾ പോയിരുന്നു. ഇവരെവിടേക്ക് പോവും? ചോദ്യം വന്നു. സഹകരണ ബാങ്കിൻ്റെ ആളുകളാണെങ്കിലും ജനകീയ പ്രവർത്തകരായിരിക്കും. ഇവരിറക്കി വിട്ടാൽ അവർക്ക് എങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റും? ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവർ നേരിടും. പക്ഷെ നിയമം വായിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ കൂടുതൽ ആവേശത്തോടു കൂടി കൊടുക്കാനാണ് സാധ്യത. കാരണം എങ്ങാനും അവരുടേതല്ലാത്ത കാരണം കൊണ്ട് കുടിശ്ശിക വന്നാൽ അവർക്ക് കിട്ടേണ്ട പണം ഗവൺമെന്റ് ഉറപ്പുവരുത്തുക ചെയ്യുന്നത്. ഉറപ്പുവരുത്തുക മാത്രമല്ല, ജില്ലാ കളക്ടർ ആ ഫണ്ട് ആ ബാങ്കിന് നൽകി കഴിഞ്ഞിട്ടാണ് ഈ രേഖകൾ കൈമാറുക. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് കുറെ കൂടി സന്തോഷകരമായിട്ട് ഇനിയും കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. 100 വീട് വയനാട് യൂത്ത് കോൺഗ്രസ്, 100 വീട് കോൺഗ്രസ്, 100 വീട് പിന്നെ കർണാടകയിൽ നിന്ന്. ഇപ്പോ ഈ കോൺഗ്രസും ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലെ ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദ്യം ചോദിച്ചല്ലോ. അതിനേക്കാളും ശക്തമായ ചോദ്യം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസിനോട് ചോദിക്കണം. നിങ്ങൾ ഈ വയനാട്ടിലെ പാവപ്പെട്ട, ദുരിതം അനുഭവിച്ച, മരണപ്പെട്ട പാവപ്പെട്ടവരുടെ പേരിൽ പണം പിരിച്ചിട്ട് ആ പണം എവിടെ പോയി? ഞാൻ നേരത്തെ വായിച്ചല്ലോ, രാഹുൽ ഗാന്ധിയുടെ തന്നെ പിരിച്ച പൈസ വാങ്ങിയിട്ട് നമ്മി രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാം. അതിനെങ്കിലും ഒരു വീഡിയോ വെച്ച് കൊടുക്കായിരുന്നില്ലേ സാർ? വയനാട് ആ പണമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഇവർക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ സാർ? ഇതുപോലെ ലോകമാകെ നിറഞ്ഞിലിച്ചു നിന്ന എല്ലാവരും സഹായം നൽകിയ ഒരു പദ്ധതി ലോകത്തിന് മാതൃകയായി അവിടെ പുനരധിവാസത്തിന്റെ വലിയ ടൗൺഷിപ്പ് വരുന്നു. വീട് മാത്രമല്ല, അവിടെയുള്ളവർക്ക് ജീവനത്തിലുള്ള മുന്നോട്ട് പോകാൻ സൗകര്യങ്ങൾ വരുന്നു. ജനുവരിയിൽ തന്നെ ഇവിടെ ബഹുമാനായ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞല്ലോ, ജനുവരിയിൽ ആ വീടുകളുടെ കൈമാറ്റം നടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അതിന്റെ പേരിൽ പിരിച്ച ഫണ്ട് എവിടെ പോയി? ആപ്പോഴേ പിരിച്ചു. അപ്പൊ ആപ്പും കാണാനില്ല, ആളെയും കാണാനില്ല, കാശും കാണാനില്ല. ഇതല്ലേ സാർ അപ്പുറത്തെ പക്ഷത്തുള്ളത്? രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏക കിടപ്പാട സംരക്ഷണ നിയമം അവതരിപ്പിക്കുകയും നിയമസഭ പാസ്സാക്കുകയും ചെയ്യുന്നത്. സാർ, നമ്മൾ നിയമസഭാ സാമാജികരാകാം, അല്ലെങ്കിൽ അല്ലാത്ത സാധാരണ മനുഷ്യരാകാം, മാധ്യമങ്ങളിൽ വാർത്തകൾ കാണുമ്പോൾ വല്ലാതെ വേദനിക്കുകയോ അസ്വസ്ഥരാവുകയോ ചെയ്യാറുണ്ട്. വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ ഒരു ദിവസം പെട്ടെന്ന് ഏതെങ്കിലും ബാങ്കിൻ്റെ ആളുകളോ അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കമ്പനികളുടെ ആളുകളോ വന്നു കഴിഞ്ഞിട്ട് നേരെ അവരെ ഇറക്കി വിടുന്നു. മറ്റ് സംവിധാനം കോടതി ഉത്തരവുകളുമായി വന്ന് ഇറക്കി വിടുന്ന ആളുകൾ മിക്കവാറും മറ്റൊന്നും പോകാൻ ഇല്ലാത്ത രൂപത്തിലുള്ള അവസ്ഥയിൽ തെരുവിൽ ഇറങ്ങി നിൽക്കേണ്ടി വരുന്നൊരു കാഴ്ച പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ തെരുവിലിറക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നത് യൂണിയൻ ഗവൺമെന്റാണ്. സർഫാസി നിയമം നേരത്തെ 2002 BJP ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിനുശേഷം കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. ആ നിയമത്തിനകത്ത് ഭേദഗതികൾ വന്നില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി ശക്തമാക്കിയാണ് സർഫാസി നിയമം ചെയ്തത്. അതോടുകൂടി 1 ലക്ഷത്തിന് മുകളിൽ ഉള്ള വായ്പകൾക്കെല്ലാം ഒരേ പരിഗണനയാണ്. 1 ലക്ഷം കോടി വായ്പ എടുത്തിട്ട് കുടിശ്ശിക വരുത്തിയാലും 1 ലക്ഷം എടുത്തിട്ട് കുടിശ്ശിക വരുത്തിയാലും ഒരേ സമീപനമാണ് ഇപ്പോൾ സർഫാസി നിയമപ്രകാരം സ്വീകരിക്കപ്പെടുന്നത്. അതിന് കോടതികൾക്ക് പോലും ഇടപെടുന്നതിന് പരിമിതികളുണ്ടായി. ആ ഘട്ടത്തിലാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് സന്ദർഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഒരു പ്രത്യേകമായ പ്രമേയം ഈ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 2017 അവതരിപ്പിച്ച ആ പ്രമേയം സാർ, അതിനകത്ത് സർഫാസി ആക്ടിലെ വ്യവസ്ഥകൾ ബാധകമാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. സഭ ഏകകണ്ഠമായി പാസാക്കിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവതരിപ്പിച്ച ആ പ്രമേയത്തിൽ 5 സെന്റിൽ കവിയാതെയുള്ള ഭൂമിയും വീടും സെക്യൂരിറ്റിയായി നൽകുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയ്ക്ക് പ്രസ്തുത ആക്ടിന്റെ വ്യവസ്ഥകൾ ബാധകമാക്കുന്നത് ലക്ഷക്കണക്കിന് നിർധന കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടും എന്നതിനാലും 5 സെന്റിൽ കവിയാതെയുള്ള ഭൂമിയും വീടും സെക്യൂരിറ്റിയായി നൽകുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയ്ക്ക് 2002 സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ടിന്റെ വ്യവസ്ഥകൾ ബാധകമാക്കുന്നതല്ല എന്ന വ്യവസ്ഥ ചെയ്യുന്നതിനായി പ്രസ്തുത ആക്ടിന്റെ 31ാം വകുപ്പ് ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഈ സഭ ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. അന്ന് ആ പ്രമേയത്തെ പിന്താങ്ങിയ ബഹുമാനായ അന്നത്തെ റവന്യൂ മന്ത്രി ശ്രീ E. ചന്ദ്രശേഖരൻ ഈ സഭയിലുണ്ട് സാർ. സഭ ഏകകണ്ഠമായി പാസ്സായി. എന്നാൽ പ്രചരണങ്ങളിൽ പതിക്കുക എന്നല്ലാതെ ഒരു തരത്തിലുള്ള പ്രതികരണവും യൂണിയൻ ഗവൺമെന്റ് ഭാഗത്തുണ്ടായില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പ്രശ്നം വീണ്ടും പഠിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നിയമസഭ തന്നെ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി.
അഡ്ഹോക് കമ്മിറ്റി യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷം കൂടി ഇവിടെ ഉണ്ടാകേണ്ടതാണ്. കാരണം പ്രതിപക്ഷ മേധാവ് പുറത്ത് എപ്പോഴും പറയുന്നത് ഇതുമെല്ലാം വലതുപക്ഷമായിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളാണ് ഇടതുപക്ഷം എന്നാണല്ലോ. യഥാർത്ഥത്തിൽ അവർ തീവ്ര വലതുപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഗവൺമെന്റ് ഈ സഭയിൽ പാസ്സാക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും പാസ്സാക്കുന്ന ഓരോ നിയമവും ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാണ് സാർ. ഈ ഗവൺമെന്റ് ഒരു ബദൽ നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പൊ അതിൽ അന്ന് വീടുകളിൽ നിന്ന് ഇറക്കപ്പെട്ടവർ എത്ര ആളുകളുണ്ട്? അവർ തീവ്ര വലതുപക്ഷമാകുന്നു. ഇപ്പോ പഴയൊരു MLA പ്രസംഗം വന്നിട്ടുണ്ടല്ലോ, എന്തിനാ അധികാരം പിടിക്കുന്നത്, ഏത് രൂപത്തിലാണ്, മതം എങ്ങനെ ഉപയോഗിക്കുന്നു, ഇപ്പൊ ഒരു പ്രത്യേക സമുദായത്തിന് സംരക്ഷണം കിട്ടണമെങ്കിൽ ഞങ്ങൾ വരണം എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനം വന്നില്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ 9.5 കൊല്ലം നിങ്ങൾ എടുത്തോളൂ. 9.5 കൊല്ലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ, മഹാഭൂരിപക്ഷം വരുമ്പോ സാധാരണക്കാർ, മതന്യൂനപക്ഷങ്ങൾ, അവരുടെ പ്രശ്നങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നതാണ്. ഇത്തവണ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കൊടിപിടിച്ചിറങ്ങാൻ പോലും അവസരം കിട്ടിയില്ല. +1 അല്ലെങ്കിൽ +1 മലപ്പുറത്ത് അവഗണിക്കുന്നു എന്നതായിരുന്നല്ലോ രോദനം മുഴുവൻ. ഇത്തവണ ജൂൺ കഴിഞ്ഞ്, ജൂലൈ കഴിഞ്ഞ്, ഓഗസ്റ്റ് കഴിഞ്ഞ്, സെപ്റ്റംബർ കഴിഞ്ഞ്, ഒക്ടോബറായി. സീറ്റിന് ഒഴിഞ്ഞു കിടക്കുക. എന്ന് മാത്രമല്ല, അക്കാദമിക വർഷം ആരംഭിക്കുന്നത് മുൻപ് തന്നെ ആവശ്യമായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുത്തു. ഇപ്പൊ പ്രതിപക്ഷ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ പല സ്ഥലത്തും ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ് ബഹുമാനായ കേസോട് പറയുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ കമ്മിറ്റി ഇതെല്ലാം പരിശോധിച്ചു. കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ നിയമസഭ രൂപീകരിച്ച കമ്മിറ്റിയുടെ ശുപാർശകൾ സർഫാസി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് സഹകരണ ബാങ്കുകളെങ്കിലും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് കേന്ദ്ര സർക്കാരിനോട് ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്മേലൊരു നടപടി ഉണ്ടായില്ല. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എന്നത് മാറ്റി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പയ്ക്ക് മാത്രമേ നിയമം ബാധകമാക്കാവൂ. കാരണം ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം വളരെ സാധാരണക്കാരാണല്ലോ എടുക്കുന്നത്. ഒരു 3 ലക്ഷം എടുത്തിട്ടൊക്കെ ഒരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമോ എന്ന് വെച്ചാൽ വളരെ ദരിദ്രരായ ജനവിഭാഗങ്ങളാണ്. അതുകൊണ്ട് 10 ലക്ഷമെങ്കിലും ആക്കി അവന്റെ പരിധി ഉയർത്തണം എന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. അതുപോലെ കർഷകരെടുക്കുന്ന കടങ്ങൾ കാർഷിക കടമായി കാണണം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. സർഫാസി നിയമം കേന്ദ്ര നിയമമായതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഭേദഗതി വരുത്താൻ അധികാരമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാങ്കിങ് എമൗണ്ട് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്, നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനായിട്ട് നിയമസഭയുടെ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. അതും ബദിരഘടനകളിൽ മാത്രം പതിക്കുകയാണ് ചെയ്തത്. ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളോട് അല്ല കേന്ദ്രം ഭരിക്കുന്നവരുടെ താല്പര്യം. ലക്ഷക്കണക്കിന് കോടി ബാധ്യത വരുത്തിയാൽ അതെല്ലാം എഴുതി തള്ളുന്ന സമീപനം സ്വീകരിക്കുന്ന ബാങ്കുകളാണ് കേന്ദ്ര സംവിധാനത്തിന് കീഴിലുള്ളത്. ഈ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായ മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിച്ചു സാർ. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 16 മുതൽ 21 കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ 544ാമത്തെ വാഗ്ദാനം വച്ചു. കർശനമായ ധനകാര്യ നിയമങ്ങളുടെ പേരിൽ നിരവധി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. കേരളത്തിൽ കിടപ്പാടം അവകാശമെന്ന നിയമം നടപ്പാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ബദൽ സംവിധാനങ്ങളില്ലാതെ ആരെയും വീടുകളിൽ നിന്ന് പുറത്താക്കാനാവില്ല. ഇതാണ് സാർ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനം. പ്രകടന പത്രികയുമുള്ളത് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്നത് ഒന്നല്ലേ, അതിന് വല്ല പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ള നാടാണല്ലോ ഇത്. ഈ രാജ്യത്ത് ഒത്തിരിയേറെ പ്രകടന പത്രികകൾ കണ്ടിട്ടുണ്ടല്ലോ സാർ. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകത, ജനങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് LDF ഗവൺമെന്റ്. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. കഴിഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞു നിയമനിർമ്മാണം പരിഗണനയിലാണ്. എന്നാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നു സാർ. ഞങ്ങൾ എല്ലാവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഈ ക്യാബിനറ്റ് റൂമിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത ഒരു പ്രശ്നം ഇതായിരുന്നു: സുരക്ഷിതമായ പാർപ്പിടം എങ്ങനെ ഈ രൂപത്തിൽ കുടിയിറക്കുന്ന ആളുകൾക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയും. അന്ന് മന്ത്രിസഭയിൽ തീരുമാനിച്ചു, ഇങ്ങനെ വായ്പാ കുടിശ്ശിക റിക്കവറി നടപടികളുടെ ഭാഗമായി ഒരു കുടുംബത്തിന്റെ കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ കരട് സംബന്ധിച്ച് ശുപാർശ സമർപ്പിക്കാൻ ഒരു 3-അംഗ സമിതിയെ നിയമിച്ചു. അതിനകത്ത് ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ആസൂത്രണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സീനിയർ അഭിഭാഷകനായ ശ്രീ വിശ്വനാഥൻ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി വളരെ പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചു. ആ കമ്മിറ്റി പക്ഷേ സർഫാസി നിയമത്തിനകത്ത് നമുക്ക് ഭേദഗതി വരുത്താനുള്ള അധികാരമില്ല എന്ന റിപ്പോർട്ട് തന്നെ ആ കമ്മിറ്റി നൽകിയത്. സർഫാസി ആക്ട് കേന്ദ്രത്തിനോട് വീണ്ടും ആവശ്യപ്പെടാനാണ് ആ കമ്മിറ്റിയുടെ ശുപാർശ വന്നത്. അതുകൊണ്ട് ആ നിയമത്തിനകത്ത് നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്ന പ്രശ്നം വെക്കുമ്പോൾ വീണ്ടും കുടിയിറക്കുകൾ വന്നു. സാർ, 2022 ഈ സഭയിൽ നയപ്രഖ്യാപനത്തിൽ ബഹുമാനായ ഗവർണർ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് വിശദീകരിച്ചു. ലാൻഡ് ആൻഡ് ഹൗസിംഗ് ഫോർ ഓൾ ഈസ് എൻ ഇമ്പോർട്ടന്റ് ഗോൾ
to which my government is firmly committed to. They aim to implement this through the convergence of resources and efforts of multiple departments, institutions and schemes. Housing scenario recognize the housing needs of the citizen as a right. ഇതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. ഗവർണർ ഈ സഭയിൽ വ്യക്തമാക്കി. ഹൗസിംഗ് നീഡ്സ് ആസ് എ സിറ്റിസൺ ആസ് എ റൈറ്റ്. ഒരു അവകാശമാണ്, പൗരന്റെ അവകാശമാണ്. വീട് എന്നുള്ളത് പൗരന്റെ അവകാശമാണ്. ഈ രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റിനും പ്രഖ്യാപിക്കാൻ ധൈര്യമില്ലാത്ത നിലപാട് കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് പ്രഖ്യാപിച്ചു. ഭവനം മനുഷ്യന്റെ അവകാശമാണ്. അതാണ് സാർ ലൈഫ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്. വളരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഘട്ടത്തിൽ ആരംഭിച്ച ലൈഫ് ഭവന പദ്ധതി ഇപ്പോ 4 ലക്ഷത്തിലധികം വീടുകൾ, 4,62,412 വീടുകൾ, 4,64,403 വീടുകൾ വീടില്ലാത്തവർക്ക് നിർമ്മിച്ചു നൽകി ലോകത്തിൽ തന്നെ പുതിയ ചരിത്രം സൃഷ്ടിച്ച സർക്കാരാണ് സാർ ഈ സർക്കാർ. നമ്മൾ കാണുന്നത് 5,95,536 വീടുകൾ അനുവദിച്ചിട്ടുള്ളത്. ബാക്കി വീടുകളുടെ നിർമ്മാണം നടക്കുകയാണ് സാർ. സാർ, ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഞാനും ബഹുമാനായ മുഖ്യമന്ത്രിക്കൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി സാർ. മട്ടാഞ്ചേരി, നമുക്ക് ഇപ്പൊ ചേരി കേരളത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. അപൂർവം അങ്ങനെ ചേരിയുള്ള പ്രദേശങ്ങളിലൊന്നായിരുന്നു മട്ടാഞ്ചേരി. ആ ചേരിയുള്ള പ്രദേശത്ത് സാർ 394 കുടുംബങ്ങൾക്ക് 13 നിലകളുള്ള ഏറ്റവും മികച്ച, ജീവിതത്തിൽ ഒരിക്കലും വിദൂര സ്വപ്നത്തിൽ പോലും അവർ കാണാത്ത അത്രയും മികച്ച ഭവനം നൽകിക്കൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി അവർക്ക് താക്കോൽ നൽകുകയുണ്ടായി സാർ. അത് കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങൾ 13ാമത്തെ നിലയിൽ നിന്ന് ഞാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിക്കൊപ്പം അവിടെ നിന്നു ആ ആദ്യത്തെ വീടിന്റെ പാലുകാച്ചൽ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു. ഇതാണ് ഈ ഗവൺമെന്റിന്റെ പക്ഷം എന്നുള്ളത്. സാധാരണക്കാരുടെ പക്ഷം, ദരിദ്രരായ ജനവിഭാഗങ്ങളുടെ പക്ഷം, അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന്റെ പ്രഖ്യാപനം കേരളപ്പിറവിൽ നടക്കാൻ പോവുകയാണ്. ലോകത്തിന്റെ ഒരു അത്ഭുതമായി ഈ ചെറിയ പ്രദേശം മാറുന്നു സാർ. ഇവരിവിടെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടുണ്ടായി. ഇന്ത്യയിൽ വർഗീയ ജാതി സംഘർഷങ്ങൾ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ കേരളത്തിൽ ഒരെണ്ണം ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 79-80 ദേശീയ ശരാശരി. എല്ലാത്തിലും കേരളം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുമില്ല സാർ. അതുപോലെ തന്നെ എന്നാൽ ഈ പക്ഷമുള്ളവരുടെ കാര്യം കാണണം. ഞാൻ നേരത്തെ വായിച്ചല്ലോ സാർ, 100 വീട് വയനാട് യൂത്ത് കോൺഗ്രസ്, 100 വീട് കോൺഗ്രസ്, 100 വീട് പിന്നെ കർണാടകയിൽ നിന്ന്. ഇപ്പോ ഈ കോൺഗ്രസും ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലെ ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദ്യം ചോദിച്ചല്ലോ. അതിനേക്കാളും ശക്തമായ ചോദ്യം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസിനോട് ചോദിക്കണം. നിങ്ങൾ ഈ വയനാട്ടിലെ പാവപ്പെട്ട, ദുരിതം അനുഭവിച്ച, മരണപ്പെട്ട പാവപ്പെട്ടവരുടെ പേരിൽ പണം പിരിച്ചിട്ട് ആ പണം എവിടെ പോയി? ഞാൻ നേരത്തെ വായിച്ചല്ലോ, രാഹുൽ ഗാന്ധിയുടെ തന്നെ പിരിച്ച പൈസ വാങ്ങിയിട്ട് നന്ദി രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാം. അതിനെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കായിരുന്നില്ല സാർ വയനാട്? ആ പണമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഇവർക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ സാർ? ഇതുപോലെ ലോകമാകെ നിറഞ്ഞിലിച്ചു നിന്ന എല്ലാവരും സഹായം നൽകിയ ഒരു പദ്ധതി ലോകത്തിന് മാതൃകയായി അവിടെ പുനരധിവാസത്തിന്റെ വലിയ ടൗൺഷിപ്പ് വരുന്നു. വീട് മാത്രമല്ല, അവിടെയുള്ളവർക്ക് ജീവനത്തിലുള്ള മുന്നോട്ട് പോകാൻ സൗകര്യങ്ങൾ വരുന്നു. ജനുവരിയിൽ തന്നെ ഇവിടെ ബഹുമാനായ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞല്ലോ, ജനുവരിയിൽ ആ വീടുകളുടെ കൈമാറ്റം നടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അവന്റെ പേര് പിരിച്ച ഫണ്ട് എവിടെ പോയി? ആപ്പോഴേ പിരിച്ചപ്പോ ആപ്പും കാണാനില്ല, ആളെയും കാണാനില്ല, കാശും കാണാനില്ല. ഇതല്ലേ സാർ അപ്പുറത്തെ പക്ഷത്തുള്ളത്? അപ്പോഴാണ് ഈ ഗവൺമെന്റ് നിയമസഭയ്ക്കകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനായ പ്രതിപക്ഷ ബഹുമാനായ ഗവർണർ ഈ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം സാർ ഇവിടെ 25 ഫെബ്രുവരിയിൽ ബഹുമാനായ ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ശേഷം, സഹകരണ വകുപ്പ് മന്ത്രിയുടെ മറുപടിക്ക് ശേഷം ബഹുമാനായ മുഖ്യമന്ത്രി ഇടപെട്ടു. കുടിയിറക്കലിന് എതിരെയുള്ള ഒരു പ്രശ്നം ഈ സഭയിൽ വന്നപ്പോൾ സഹകരണ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞതിന് ശേഷം ബഹുമാനായ മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെട്ട് സംസാരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഒരു വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നിലപാട് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെയുള്ളവർക്കുണ്ട്. അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ഈ സർക്കാരിന്റെ നിലപാട് എന്ന് ഈ സഭയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനമാണ് സാർ ഇപ്പോ ഈ നിയമമായി വന്നിട്ടുള്ളത്. ഇത് ഏക കിടപ്പാട സംരക്ഷണത്തിന്റെ നിയമമാണ്. നഗരത്തിൽ 5 സെന്റ്, ഗ്രാമത്തിൽ 10 സെന്റ് ഉള്ള ഒരു കുടുംബം, വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെ, അവര് ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ നോൺ NFCCയിൽ നിന്നോ വായ്പ എടുക്കുന്നു. വീടാകാം, മറ്റാവശ്യങ്ങളാകാം. അങ്ങനെ വായ്പ എടുത്തിട്ട് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ കുടിശ്ശികയായി വരുന്നു. ചിലപ്പോൾ വായ്പ എടുത്ത വീടിന്റെ ഗൃഹനാഥൻ മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മാരകമായ രോഗം വരുന്നു,
തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പ്രത്യേകമായ സാഹചര്യം അവരുടെ കുറ്റം കൊണ്ടല്ല, മറ്റ് കാരണങ്ങളാൽ കൊണ്ട് ബാധ്യത വന്ന് 10 ലക്ഷത്തിന് താഴേക്ക് ഈ ബാധ്യത വന്ന് നിൽക്കുന്നു. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ജപ്തിയിലേക്ക് എത്തുന്നു. ഈ കുടുംബം എങ്ങോട്ട് പോകും സാർ? അതിനാണ് ഇവിടെ ഏക കിടപ്പാട സംരക്ഷണം. അതിനു വേണ്ടി നമുക്ക് സർഫാസി നിയമം മാറ്റാൻ പറ്റില്ല, അവരെ ജപ്തി ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്യും? സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെന്റ് അതിനുവേണ്ടി പ്രത്യേകമായി നിധി രൂപീകരിക്കുകയാണ്. ജില്ലാ ബലത്തിലും സംസ്ഥാന ബലത്തിലും കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. അവിടെ ആ കമ്മിറ്റിയുടെ മുൻപിൽ അപേക്ഷ വരുന്നു. അപേക്ഷ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കും. ഈ പറയുന്നത് വരുമാനം എങ്ങനെയാണ്, തങ്ങളുടെ വല്ലാത്ത കാരണം കൊണ്ടാണ് കുടിശ്ശികയിലേക്ക് എത്തിയത്. മേയർ ബാങ്കുകാരെ കൂടി കമ്മിറ്റിയിലുണ്ട്, അവരുമായി സംസാരിക്കുന്നു. ഏതെങ്കിലും രൂപത്തിൽ സാധ്യമാകുന്ന ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്നു. ആ ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് വീണ്ടും സർഫാസി കോടതി പോയാൽ കോടതിയുടെ ഉത്തരവ് വന്നാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഗവൺമെന്റ് ഒരു ധാരണയുണ്ടാക്കി ആ എമൗണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഭവനം സംരക്ഷിക്കുന്ന രാജ്യത്തിന്റെ അല്ല ലോകത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നിയമമാണ് സാർ ഇവിടെ പാസ്സാക്കാൻ പോകുന്നത്. അവിടെ വീട് ഗവൺമെന്റ് തന്നെ കമ്മിറ്റി, സംസ്ഥാനതല കമ്മിറ്റി ഉണ്ട്. അവര് പണം അടച്ച് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രേഖകൾ ഇതിന്റെ ഭാഗമായി വരുന്ന ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടമയ്ക്ക് തന്നെ തിരിച്ചു നൽകും. ഒരു തവണയാണ് ആനുകൂല്യമുള്ളൂ, ഒരേ ഒരു തവണ മാത്രം. വീണ്ടും ഇതിലേക്ക് പോയാൽ നമുക്ക് അങ്ങനെ അവരേക്ക്, അതുകൊണ്ട് ഒരു തവണ മാത്രമായിരിക്കും ആനുകൂല്യം. തങ്ങളുടെ വല്ലാത്ത കാരണം കൊണ്ടായിരിക്കണം. പിന്നെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, ഭർത്താവ്, ഇവരെല്ലാം അവിടെ നിന്ന് കുടുംബമാണ്, നിർവഹിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന് വേറെ ഭൂമി ഉണ്ടാകാൻ പാടില്ല. ഈ നഷ്ടപ്പെടുന്നതല്ലാതെ മറ്റ് ഭൂമിയോ മറ്റ് ആനുകൂല്യം ഉണ്ടാകാൻ പാടില്ല. ഏക കിടപ്പാടമാണ്. നേരത്തെ പറഞ്ഞാൽ 5 സെന്റും 10 സെന്റും നഗരത്തിലും ഗ്രാമത്തിലും അതിനകത്ത് നിബന്ധന നിൽക്കുന്നതായിരിക്കും. അപ്പൊ അവരുടെ ആ കിടപ്പാടം സംരക്ഷിക്കുക. ഭവനാവകാശം മൗലികാവകാശം എന്ന രൂപത്തിലേക്കുള്ള പ്രയോഗമാണ് സാർ ഈ നിയമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരായിരുന്നു പ്രതിപക്ഷമെങ്കിൽ രാവിലത്തെ പ്രതിഷേധമൊക്കെ മറന്നോട്ടെ, അതിങ്ങനെ അവരുടെ ഒരു അനുഷ്ഠാനമായിട്ട് നടക്കുകയാണല്ലോ. ഈ പ്രശ്നത്തിൽ ചർച്ച ചെയ്യാനെങ്കിലും അവർ ഇവിടെ ഇരിക്കേണ്ടതല്ലേ സാർ? ഇത്തരം പ്രശ്നങ്ങളാണോ അവരെ ബാധിക്കുന്നത്? അതോ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം? എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അതിനകത്ത് നിന്ന് എന്തെങ്കിലും നേടാൻ കഴിയുമോ? പിന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാഷ്ട്രീയത്തിലും UDF-നകത്തും വന്നിട്ടുള്ള അപജയം, അതിനകത്തുള്ള പൊട്ടിത്തെറികൾ വല്ലാതെ ദുർബലപ്പെടുമോ എന്ന ഭീതി, ആ ഭീതിയുടെ പരിഭ്രാന്തിയാണ് ഇത്തരം നിയമനിർമ്മാണ ചർച്ചകൾ പോലും നടക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഭരണപക്ഷവും സഭയാകെ സ്വീകരിച്ച സംയമനം അത്തരത്തിലുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ചരിത്ര നിയമം ഭേദഗതികളോട് ഇവിടെ ചർച്ച ചെയ്യാനുള്ള പല ഭേദഗതികൾ മുന്നോട്ട് വയ്ക്കാനുണ്ടാവും. അത് അവർക്ക് മുന്നോട്ട് വെച്ച് സംസാരിക്കാം, നമുക്ക് പാസ്സാക്കണം എന്ന് ഞാൻ ഈ സഭയോട് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ ഒരു ബില്ലാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന് മാതൃകയായ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുവരെ നടപ്പിലാക്കാൻ പറ്റാത്ത, സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സുപ്രധാനമായ ബില്ല്. അതാണ് സർ ശരിയായ കേരള മോഡൽ. കേരളം ലോകത്തിന് മാതൃകയാണ് എന്ന് പറയുന്നത് ഇത്തരം നിയമനിർമ്മാണത്തിലൂടെ കേരളം ആർജിച്ച നേട്ടത്തെയാണ്. നമുക്കറിയാം, ഈ കേരളം വർഷങ്ങൾക്ക് മുമ്പ് ജന്മിമാരാണ് ആളുകളെ കുടിയിറക്കിയത്, എത്രയോ പാവപ്പെട്ട ആളുകളെ കുടിയിറക്കിയത്. ആ കുടിയിറക്കൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടിയിറക്കൽ നിരോധന ഓർഡിനൻസ് പാസ്സാക്കിയ ഗവൺമെൻറ് ആയിരുന്നു EMS ഗവൺമെൻറ്. ആ EMS ഗവൺമെൻറ്റിൻ്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതുപോലെ ജമ്മിമാരും അതുപോലെ വലിയ ആളുകളൊന്നും കുടിയിറക്കുന്ന സംവിധാനമൊന്നും നമ്മുടെ കേരളത്തിലില്ല എന്ന് എല്ലാവർക്കും അറിയാം. കേരളം എത്രയോ മുന്നോട്ട് പോയ അഡ്വാൻസ് ചെയ്തൊരു സ്റ്റേറ്റാണ്. ഇന്ന് ബാങ്കിൽ പെട്ടുപോയ ചില പാവങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ, വിവാഹം കഴിക്കാൻ, വീട് വെക്കാൻ, അത്യാവശ്യം കൃഷി ചെയ്യാൻ, അങ്ങനെയൊക്കെ ചെറിയ തുക കടമെടുത്തു. പക്ഷെ പല കാരണങ്ങളാലും അടക്കാൻ പറ്റുന്നില്ല. അത് കുടിശ്ശികയായി കോടതിയിലേക്ക് എത്തി വീട് ജപ്തി നടപടിയിലേക്ക് വരുന്നു. ഒരു തരത്തിലും അടക്കാൻ പറ്റാതെ വീട് ജപ്തി ചെയ്ത് പോകുമ്പോൾ അവർ തെരുവിലിറങ്ങിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല സർ. എങ്ങനെ അവർ രക്ഷിക്കും? എത്ര നമ്മൾ പൊതുപ്രവർത്തകരായാലും MLA-മാരായാലും നമ്മൾ എത്ര പേർ ഇത് കണ്ട് നാട്ടുകാരോട് പണം പിരിച്ചൊക്കെ രക്ഷപ്പെടുത്തിയ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇതിന് പരിഹാരമാകുമോ? അവിടെയാണ് സർക്കാർ അവർക്കൊരു തണലായി താങ്ങായി വന്നത്. പാവപ്പെട്ടവർ, നിർധനർ, 5 സെൻറ്റ് ഭൂമി മാത്രമേ ഉള്ളൂ അവർക്ക്, ഒരു കൊച്ചു വീടുണ്ട്, കടത്തിൽ പെട്ടുപോയി. ആ കടത്തിൽ പെട്ടുപോകുന്നതിന് ന്യായമായ കാരണമുണ്ട്. അവരെ രക്ഷിക്കണം. അവിടെ സർക്കാർ ആ കടം ഏറ്റെടുത്ത് അത് സർക്കാർ അടക്കാമെന്ന് പറഞ്ഞ് അവർ രക്ഷിക്കുകയാണ്. അതിനാണ് സർ ഈ നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഈ നിയമം സുപ്രധാനമാകുന്നത്. പാവങ്ങളെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് LDF സർക്കാർ എന്ന് കഴിഞ്ഞ എത്രയോ കാലമായി തെളിയിച്ച ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ. അപ്പോൾ ആ സർക്കാർ ജനങ്ങളെ, പാവങ്ങളെ അവർക്ക് വേണ്ടുന്ന പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം ഇപ്പോൾ ഈ ബില്ലിവിടെ കൊണ്ടുവന്നത്.
നേരത്തെ സൂചിപ്പിച്ച ഒരു വർഷം കൊണ്ട് സർഫാസി ആക്ട് ഉണ്ട്. 2002 BJP ഗവൺമെൻറ് കൊണ്ടുവന്ന സർഫാസി ആക്ട് ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു ആക്ടാണ്. ആ ആക്ടിൻ്റെ ഫലമായി കോടതിയിലും പോകേണ്ട, മറ്റൊരു നിയമ നടപടി സ്വീകരിക്കേണ്ട, ബാങ്കിൽ ലോൺ കൊടുക്കുന്നു, 2 തവണ ഡ്യൂ വരുന്നു, ഉടനെ നോട്ടീസ് വരുന്നു, സർഫാസി ആക്ട് പ്രകാരം നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുന്നത്. അതൊരു കടുത്ത ജനവിരുദ്ധ നിയമമാണ്. ആ നിയമം അപ്ലിക്കബിളായ ബാങ്കുകൾ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ബാങ്കുകളാണെങ്കിൽ അവർക്ക് NPA കുറച്ചേ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ NPA കുറയ്ക്കാൻ വേണ്ടിയിട്ട് കർശനമായ മാനദണ്ഡങ്ങൾ വെക്കുന്നു. അത് വെച്ച് NPA കുറയ്ക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാം. അതാണ് ഇപ്പോൾ പല ബാങ്കുകളും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സർഫാസി ആക്ട് പ്രകാരം ജപ്തി ചെയ്യപ്പെടുന്ന ആളുകളുടെ പട്ടികയിൽ പാവപ്പെട്ടവർ പെട്ടിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങിയ, തിരിച്ചടവ് 10 ലക്ഷത്തിൽ കവിയാത്ത അത്തരം പാവപ്പെട്ട ആളുകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ഉൾപ്പെടെയുള്ളതാണ് ഈ പുതിയ ബില്ലിലൂടെ വിഭാവനം ചെയ്യുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതോടൊപ്പം തന്നെ പാവങ്ങൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്നതിൻ്റെ എത്രയോ തെളിവുകൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് തന്നെ നമുക്കറിയാം. ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ വന്നു. ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ് സർ അങ്ങനെ വീടുകൾ കൊടുക്കുന്നൊരു പദ്ധതി ഉള്ളത്? ഏത് സംസ്ഥാന സർക്കാരാണ് ആളുകൾക്ക്, വീടില്ലാത്തവർക്ക് വീട് കൊടുത്തത്? ഈ കേരളത്തിൽ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു ലൈഫ്. ആ പദ്ധതി പ്രകാരം വീടില്ലാത്ത എത്രയോ പാവപ്പെട്ട ആളുകൾ അപേക്ഷ കൊടുത്ത് അവർക്ക് വീട് കിട്ടി. അത് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഒന്നാം സർക്കാർ എടുത്തത്. ഇപ്പോൾ അതിനേക്കാൾ സുപ്രധാനമായ തീരുമാനം, ലൈഫ് ഉൾപ്പെടെയുള്ള വീടുകൾ കിട്ടിയ ആളുകൾ, അല്ലാതെ ഉള്ള തന്നെ വീടുള്ള ആളുകൾ, അവരുടെ വീട് ഏതെങ്കിലും സാഹചര്യത്തിൽ ലോൺ എടുത്ത് കുടുങ്ങിപ്പോയി നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യമേ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് പുതിയ ഈ നിയമം കൂടി വരുന്നത്. ഇതോടുകൂടി ഒന്നുകൂടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, പാവപ്പെട്ടവർ, അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഇതിൽ നിന്ന് വ്യക്തം. ആളുകൾക്ക് ഒന്ന് മരുന്ന് വാങ്ങാൻ, അത്യാവശ്യം വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തതിന് പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വന്നത്. 62 ലക്ഷം കുടുംബങ്ങൾക്കാണ് സർ കേരളത്തിലെ ഗവൺമെൻറ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. അത് ചെറിയ എണ്ണമൊന്നുമല്ല. നേരത്തെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, ഒന്നാം പിണറായി സർക്കാർ 9 കൊല്ലം മുമ്പ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എത്രയായിരുന്നു സർ? കേവലം ഒരു 32 ലക്ഷം ആളുകൾക്ക് എത്ര രൂപ? 600 രൂപ. എത്ര മാസത്തെ കുടിശ്ശിക? 18 മാസത്തെ. ആ സ്ഥാനത്താണ് ഇന്ന് അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും പെൻഷൻ. അപേക്ഷ വിളിച്ചപ്പോൾ 62 ലക്ഷം ആളുകൾക്കായി. 62 ലക്ഷം പേർക്കാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്, അത് 600-ൽ നിന്ന് 1600-ലേക്ക് എത്തി. പെൻഷൻ ആരംഭിക്കുന്ന 1980-ൽ നാനാർ ഗവൺമെൻറ് 45 രൂപയാണ് കൊടുത്തത്. അന്ന് ഈ പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തവരാണ് ഇന്നത്തെ UDF. അന്നത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന K. കരുണാകരൻ ഇത് കൊടുക്കുന്നതേ ശരിയല്ല എന്ന് വാദിച്ച ആളാണ്. പക്ഷേ 45 രൂപ അന്ന് കൊടുത്ത് തുടങ്ങിയതാണ് ഇന്ന് 1600 എത്തിയത്. ഈ കാലയളവിൽ മാറി മാറി വന്ന സർക്കാരുകളുണ്ട്. ഈ സർക്കാരിൽ UDF-ൻ്റെ ഏത് ഗവൺമെൻറ്റാണ്? ആൻ്റണി ഗവൺമെൻറ് വന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നു, കരുണാകരൻ തന്നെ ഉണ്ടായിരുന്നു. ഇവരാരാണ് ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചത്? ഒരു തവണ പോലും വർദ്ധിപ്പിച്ചില്ല. ആകെ VS കൊണ്ടുവന്ന 500-നെ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി 600-ആക്കി മാറ്റി എന്നത് കഴിഞ്ഞാൽ പെൻഷൻ അത് കൊടുത്തില്ല. അത് എഴുതി വെച്ച മാത്രം കൊടുത്തില്ല, എഴുതി വെച്ച് കൊടുത്തില്ല, ഒരു പൈസ പോലും കൊടുത്തില്ലല്ലോ. എന്നാൽ LDF-ൻ്റെ ഗവൺമെൻറ് ഓരോ ഘട്ടത്തിൽ വന്നപ്പോഴും തുക വർദ്ധിപ്പിച്ചു. അതിനനുസരിച്ച് 1600-ലേക്ക് എത്തിച്ചു. ഇന്ന് 1600 രൂപയാണ് പെൻഷൻ. ഇപ്പോൾ 1600 രൂപ 2500-ലേക്ക് എത്തിക്കാനാണ് സർ ശ്രമിക്കുന്നത്. ഈ ഗവൺമെൻറ് 6 മാസം കൂടിയുണ്ട്. ഈ ഗവൺമെൻറ് കാലാവധിയിൽ തന്നെ ഈ 1600 രൂപ 2000-ഓ 2500-ലേക്കോ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ നടപടിയിലേക്കാണ് സർക്കാർ പോകുന്നത്. ഇത് പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ചെറിയ കാര്യം, നമ്മൾ ഈ ഏക കിടപ്പാടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്, LDF ഗവൺമെൻറ് എടുക്കുന്ന ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. സാറേ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തം. അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പല ആവർത്തി നാം ആവശ്യപ്പെടുകയുണ്ടായി. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ നാഷണലൈസ്ഡ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും എടുത്ത കടം എഴുതിത്തള്ളണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് കൈമലർത്തിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വയനാട്ടിലെ ചൂരൽമലയിലും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ടവർ സർവസ്വവും നഷ്ടപ്പെട്ടു. അവർ ജീവനോപാധികൾ മുഴുവൻ പോയി. ഒരു തരത്തിലും അവർക്ക് തിരിച്ചടക്കാൻ പറ്റില്ല.
അവരോടൊരു മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കണമായിരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്. അതെടുത്തില്ലെന്ന് മാത്രമല്ല, അടക്കില്ല എന്ന് കോടതിയിൽ തന്നെ ധിക്കാരപരമായ നിലപാടെടുത്തപ്പോഴാണ് കോടതിക്ക് അത് പറയേണ്ടി വന്നത്. എന്നാൽ ആ സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് കോടികളാണ് എഴുതി തള്ളുന്നത്. ലക്ഷക്കണക്കിന് കോടിയാണ് എഴുതി തള്ളുന്നത്. ഈ കോർപ്പറേറ്റുകൾക്ക് വഴിവിട്ട് എല്ലാ സഹായവും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഒരു ചെറിയ ആശ്വാസം പകരാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ പാവങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സഹായങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒന്ന് രണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക സാർ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ലോകത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളം നവംബർ 1 പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയിൽ മൊത്തം കണക്ക് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ബീഹാർ 37% സാർ അതിദരിദ്രം. ഗുജറാത്ത്, UP, മധ്യപ്രദേശ് ഉൾപ്പെടെ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എടുത്താൽ അവിടങ്ങളെല്ലാം 20% അതിന് മുകളിലുമാണ് സാർ അതിദരിദ്രം. കേരളത്തിൽ 0.5% ഉണ്ടായിരുന്നത്. ആ 0.5% ആരാണെന്ന് കണ്ടുപിടിച്ചു. 64,008 കുടുംബങ്ങൾ. ഈ 64,008 കുടുംബങ്ങൾ അവരെ ക്ലേശ ഘടകങ്ങളെല്ലാം ഏതാണ് എന്ന് കണ്ടെത്തി ഓരോന്നോരോന്ന് പരിഹരിച്ച്, അത് ഗ്രാമങ്ങൾ പരിഹരിച്ചു, പഞ്ചായത്തുകൾ പരിഹരിച്ചു, ജില്ലകൾ പരിഹരിച്ചു. ഇപ്പോൾ സംസ്ഥാനത്ത് നവംബർ 1 ഒരാൾ പോലും അതിദരിദ്രനില്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു എന്നത് മറ്റെല്ലാ രംഗത്തും മാതൃക കാണിച്ചതുപോലെ തന്നെ കേരളം ഇന്ത്യക്കും ലോകത്തിനും കാണിക്കാൻ പോകുന്ന ഒരു മാതൃകയാണ്. അതിദരിദ്രമില്ലാത്ത സംസ്ഥാനം. ഇതെല്ലാം തന്നെ കേരളം പാവപ്പെട്ട സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നും അതിന് കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാർ. ഇവിടെ ഭൂമി ഉണ്ട്, പക്ഷെ പട്ടയം കിട്ടുന്നില്ല. പട്ടയം എന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു ധൈര്യമാണ്. ഭൂമിക്ക് ഉടമസ്ഥത കിട്ടിയ, അവകാശം കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്കൊരു ജീവിതത്തിലൊരു സന്തോഷവും ധൈര്യവും ഉണ്ടാകുന്നു. എൻ്റെ ഇടം കിട്ടി, തൻ്റെ ഇടം വരുന്നു. അങ്ങനെ മനുഷ്യനെ മനുഷ്യനാക്കി അവർക്ക് ഭൂമിയിൽ അവകാശം കൊടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന LDF ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്തു. അപ്പോൾ ഈ നിലയിൽ ഇതെല്ലാം സാധാരണക്കാരെ, പാവപ്പെട്ടവരെ നോക്കി, സമൂഹത്തിലെ ഉന്നതന്മാരെ നോക്കി അവർക്ക് വേണ്ടിയല്ല, സാധാരണക്കാരെ നോക്കി പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ സുപ്രധാനമായ നിയമനിർമ്മാണ പ്രക്രിയയിലൊന്നാണ് ഈ ഏക കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഈ പുതിയ ബില്ല്. ഈ ബില്ല് നിയമമാക്കി നമ്മുടെ നാട്ടിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കാനുള്ള ഈ നിയമത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. നിയമസഭയുടെ കറുത്ത ദിനങ്ങൾക്കിടയിലും ഏറെ സന്തോഷം നൽകുന്ന ദിവസമാണിന്ന്. ഒരു മോഡലായിട്ടുള്ള ഒരു ബിൽ വീണ്ടും കേരള നിയമസഭ പാസ്സാക്കുന്ന ദിവസമാണ്. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഗതാഗത വകുപ്പ് മന്ത്രി ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം വരുന്ന സൂപ്പർ ഫാസ്റ്റിനുൾപ്പെടെയുള്ള അതിൽ താഴെയുള്ള ബസ്സുകൾക്ക് അതിൽ സൗജന്യ ചികിത്സാ യാത്ര നടത്താനുള്ള ഒരു അവസരം കൂടി അനുവദിക്കപ്പെട്ടു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സർ, ജനാധിപത്യത്തിൻ്റെ സൗരഭ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ ചർച്ചയും അതുപോലെ തന്നെ അഭിപ്രായ സമന്വയമൊക്കെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ചർച്ച ചെയ്യാൻ ആളില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും ലോകത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വലിയ ബില്ലുകൾ വരുന്ന സന്ദർഭത്തിൽ പോലും അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മളെ ഏറെ സങ്കടം നൽകുന്നതാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. 2025 ഏക കിടപ്പാടം സംരക്ഷണ ബില്ലിനെ ഒരിക്കൽ കൂടി സന്തോഷമായി പിന്തുണയ്ക്കുന്നു. ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ ഏറ്റവും നിർധനരായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ ദൗത്യവും പൂർത്തീകരിക്കുന്ന സന്ദർഭമാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോഴെല്ലാം ചെയ്ത ഏറ്റവും ആദ്യത്തെ തുടങ്ങി നമ്മൾ ആലോചിച്ചറിയാം 10 സെൻറ്റ് മുതൽ അതുപോലെ നമ്മുടെ ലക്ഷം വീട് പദ്ധതി, ജനകീയ ആസൂത്രണ പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അതുപോലെ ഇപ്പോൾ ലൈഫ് മിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു. നവംബർ 1 പ്രഖ്യാപിക്കപ്പെടുന്ന അതിദാരിദ്ര്യമില്ലാത്ത കേരളം ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് ഒരു വലിയ നിയമം കൂടി ഇവിടെ പാസ്സാക്കാനുള്ള വളരെ സന്തോഷപൂർവ്വ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഈ കുടുംബങ്ങൾ വളരെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് എത്രയോ നാളെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരുന്ന ഒരു സ്ഥിതി പരിഹരിക്കാനുള്ള സന്ദർഭമാണ് വരുന്നത്. കണ്ണീരുണങ്ങിയ വരണ്ട കൺതടങ്ങളിൽ ഇനിയൊരു അല്പം ആശ്വാസം ലഭിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോഴിവിടെ വരുന്നത്. സാധാരണക്കാരായ മനുഷ്യൻ്റെ ഒരു ആയുസ് മുഴുവൻ നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമായാണ് ഒരു കൊച്ചു വീടുണ്ടാക്കുന്നത്. രാവന്തിയോളം പണിയെടുത്ത് സമാധാനത്തോടെ കിടക്കാൻ കഴിയുന്ന ഉറപ്പുള്ള മേൽക്കൂര
ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും തീവ്രതയുള്ള സ്വപ്നങ്ങളിലൊന്നാണ്. പക്ഷേ കനലെരിയുന്ന ജീവിതപാതയിലൂടെ കടന്നു പോകുമ്പോൾ ചില മനുഷ്യർ അറിയാതെ കടക്കണിയിൽ അകപ്പെട്ടു പോകുന്നു. ചികിത്സയ്ക്കാകാം, വിദ്യാഭ്യാസത്തിനാകാം, കച്ചവടമാകാം, മകളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ ഉപജീവനത്തിനുള്ള വസ്തുക്കൾ വാങ്ങുന്നത് കൊണ്ട് ആകാം. ചിലപ്പോൾ എന്തെങ്കിലും ദുരന്തങ്ങൾ നേരിട്ടുമാവാം. എന്തുമാകട്ടെ, അവൻ്റെ തണലായ വീട് പണയം വെച്ച് വാങ്ങുന്ന വായ്പകൾ അടയ്ക്കാതെ വരുമ്പോൾ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് കുടിയിറക്കം അല്ലെങ്കിൽ വീട് ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു രീതി വരുന്നത്. CP അബ്ദുൾ റഹീമിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്: കനിവാർന്ന ഭാരതം കണ്ണുനീർ വാർക്കുന്നതെന്ത്, കരളലിയിക്കുമീ കാഴ്ചയുടെ കാര്യമെന്ത്, കഥയേറെ ചൊല്ലുമീ കടലാർത്തു കരയുന്നു, കഥനത്തിൽ ഭാരത്താൽ നാടു നടുങ്ങിടുന്നു. സർ, ഇന്ത്യയിൽ ഉടനീളം ജപ്തികൾ കൊണ്ട് കുടിയിറക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇനി കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് ചരിത്രപരമായ തീരുമാനമായി കണക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു വാഗ്ദാനം കൂടി നിറവേറുകയാണ്. നിരവധി വളരെ വൈകാരികമായി ഹൃദയസ്പർക്കായിട്ട് അങ്ങ് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു. ഇതിനകത്തൊരു ചെറിയ സംശയം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ ഏകകിടപ്പാട് സംരക്ഷിക്കലിൻ്റെ അധ്യായം 2 അർഹതാ മാനദണ്ഡങ്ങളിൽ വായ്പാ പരിധി 5 ലക്ഷം രൂപയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ 2ാമത്തെ ക്ലോസിൽ ഈ വായ്പാ തുക, പലിശ, പിഴപ്പലിശ, അനുബന്ധ ചെലവുകൾ ഉൾപ്പെടെ പരമാവധി 10 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സ്വകാര്യ ബാങ്കുകൾ അല്ലെങ്കിൽ ഇത്തരം ബാങ്കുകൾ 10 ലക്ഷം രൂപ കഴിയാൻ വേണ്ടി കാത്തു നിന്നാൽ സ്വാഭാവികമായി തന്നെ ഇതിൻ്റെ പരിധിക്കകത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് 2ാമത്തെ ക്ലോസിനകത്ത് ഈ പരിധി വെക്കുന്നത് അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അവർക്ക് മറികടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായി കൊടുക്കുമോ എന്നുള്ള സംശയം ഞാൻ പങ്കുവെക്കുകയാണ്. ബില്ല് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ട മന്ത്രി ശ്രീ P. രാജീവ് അദ്ദേഹം ഇക്കാര്യം ഉൾപ്പെടെ ശ്രദ്ധിക്കുമെന്നറിയുന്നു. അതനുസരിച്ച് അഭിപ്രായം പറയേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്കായി വിടുകയാണ്. സർ, ഇടതുപക്ഷ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ആയിരക്കണക്കിനായ വികസന പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ഒരുപക്ഷെ താരതമ്യേന ഏറ്റവും ചെലവ് കുറഞ്ഞൊരു പദ്ധതിയായി ഈ നിയമത്തെ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി ഭവിക്കുന്ന ഈ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഈ നാട്ടിലെ ഓരോ പാവപ്പെട്ടവൻ്റെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നിറഞ്ഞ സ്നേഹവും ലഭിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ പരിഗണന യഥാർത്ഥത്തിൽ ഇത്തരം നിയമത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഈ നിയമസഭയിൽ ഇരിക്കുന്ന മിക്ക എല്ലാവരും അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും വൈകാരികമായ ഒന്നായി ഈ പ്രശ്നത്തെ എടുക്കുകയാണ്. ഈ പ്രശ്നവുമായി നമ്മുടെ ഏവരുടെയും അടുത്തേക്ക് കലുഷിത മനസ്സുമായി സാധാരണക്കാരായ എത്രയോ ആളുകളാണ് നമ്മുടെയൊക്കെ ഓഫീസുകളിൽ നമ്മളെയൊക്കെ സമീപിക്കുന്നത്. അത് സർഫാസി ആക്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. നമുക്ക് ഇടപെടാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് ശരിക്കും ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെയാണ് ഇത്തരം ഈ ആളുകൾ, ബാങ്ക് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നു നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്നത്. മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഒരു ആത്മഹത്യയിലേക്ക് നമ്മുടെ ഒരു സാധാരണക്കാരൊരു കുടുംബത്തെ തള്ളിവിടാൻ ഇത്തരം സർഫാസി അത് സംബന്ധിച്ചുള്ള നിയമങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 246 പ്രകാരമുള്ള 7ാം പട്ടികയിൽ ബാങ്കിംഗ് മേഖല യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിഷയം സംബന്ധിച്ച് നിയമനിർമ്മാണം പാർലമെന്റിനാണുള്ളത്. വൻകിട കോർപ്പറേറ്റുകളും അതുപോലെ വലിയ സാമ്പത്തിക ശക്തികളും ബാങ്കിംഗ് മേഖലയെ ആശ്രയിക്കുന്നത് പോലെയല്ല ഇടത്തരക്കാരും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരും ബാങ്കുകൾ ആശ്രയിക്കുന്നത്. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട അവരെ ബിസിനസ് വിപുലീകരിക്കാനാണ്. അതേസമയം രണ്ടാമതുള്ളവരോ മകൾക്ക് അല്ലെങ്കിൽ മകന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുവാൻ, ചികിത്സയ്ക്കുള്ള പണത്തിന്, അങ്ങനെയുള്ള വളരെ ദൈനംദിനമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ബാങ്കുകളെ സമീപിക്കുന്നത്. എന്നാൽ 2 കടങ്ങളോടുള്ള ബാങ്കിന്റെ സമീപനം എന്താ? 2 സമയം എങ്ങനെയും പിടിച്ചെടുക്കാൻ ഉള്ള രീതിയിലുള്ള സമീപനം എടുക്കുന്നു. കോവിഡ് വന്ന സമയത്ത് എത്രയോ ബിസിനസ്, ചെറിയ ഇടത്തരം ബിസിനസ്സുകൾ പൂട്ടിപ്പോയി. അവരുടെ മിക്കവാറും ആളുകളൊക്കെ കണ്ടിട്ടുള്ള അവരുടെ കുടുംബാന്തരീക്ഷം എല്ലാം നമ്മൾ നേരിട്ട് അറിയുന്നതാണ്. മാത്രമല്ലല്ലോ, വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് അതുപോലെ വലിയ പ്രശ്നമുണ്ടായി. അന്ന് അവരുടെ ഏക ആശ്രയമായിട്ടുള്ള പലതും നഷ്ടപ്പെട്ടു പോയ സന്ദർഭത്തിലും ഇത്തരം അനുഭവങ്ങൾ അവർക്ക് ബാങ്കിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായ സ്ഥിതി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്.
ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും ചരിത്ര പ്രാധാന്യമേറിയ ഒരു നടപടിയാണ് ഈ ബില്ലിലൂടെ കണ്ടെത്തുന്നത്. നമുക്ക് പഴയ അനുഭവം കോവിഡിന്റെ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെ, അവർ അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങളുടെ എല്ലാം സന്ദർഭത്തിൽ ഈ നിയമം വഴി അവർക്ക് ലഭിക്കും എന്ന ഉറപ്പാണ് നമുക്കുള്ളത്. എല്ലാവർക്കും ഭൂമിയും പാർപ്പിടവും ഉറപ്പുവരുത്താൻ ഏതൊരു ക്ഷേമ സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി പ്രഖ്യാപിച്ചു, വീട് എന്ന് പറയുന്ന ഭവനം എന്നതൊരു അവകാശമായി പ്രഖ്യാപിച്ച ഒരു കൊച്ചു സംസ്ഥാനം കേരളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മന്ത്രി ഇവിടെ പറഞ്ഞതാണ്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതുനന്മയ്ക്കുതകുന്ന വിധത്തിൽ വിതരണം ചെയ്യുക എന്ന നായകത്വം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 2021 മന്ത്രിസഭയുടെ ആദ്യ യോഗ തീരുമാനങ്ങളും 22 സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മന്ത്രി പറഞ്ഞതുകൊണ്ട് വീണ്ടും അത്തരം കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കപ്പെടുന്നില്ല. വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും വിഭവശേഷിയും പരിശ്രമങ്ങളും ഒരുമിപ്പിക്കുന്നതിൽ എല്ലാവർക്കും ഭൂമിയും പാർപ്പിടവും എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്. പൗരന്റെ പാർപ്പിടാവകാശങ്ങൾ ഒരു അവകാശമായി അംഗീകരിക്കുന്നതിനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പ്രിയരെ, വളരെ വലിയ ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണ വേളയിലാണ്. ലൈഫ് മിഷൻ 5 ലക്ഷം ആകുമ്പോഴേക്കും പുനർഗേഹം അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഫ്ളാറ്റുകൾ ഒരുപാട് നിർമ്മിക്കപ്പെടുമ്പോഴും അതോടൊപ്പം തന്നെ SC ST പ്രത്യേകമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കുമ്പോഴും എല്ലാം നമ്മൾ ആ ലക്ഷ്യത്തോട് അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ഒരു നിയമനിർമ്മാണം ഉണ്ടാകുമ്പോൾ അത് വളരെ അധികം ഒരു സഹായം ഉണ്ടാകുന്ന, ഒറ്റ ഉള്ള ഒരു വീട് നഷ്ടപ്പെടുന്ന സ്ഥിതി എന്ന് പറയുന്നത് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് ഈ നിയമനിർമ്മാണം ഏറ്റവും പ്രസക്തമാകുകയാണ്. സാറേ, ഈ മൈക്രോ ഫിനാൻസുകളും മൾട്ടി സൊസൈറ്റികളും ഭീമമായ തുക പലിശ ഈടാക്കുന്നുണ്ട്. ഇതോടനുബന്ധമായി ഇതിനെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കൂടി കൊണ്ടുവരാൻ കഴിയുമോ? ഇത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? സർ, ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ബാങ്കും ഒക്കെ ലോൺ എടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെയൊക്കെ തീരപ്രദേശ സ്ഥലങ്ങളിലാണെങ്കിൽ എത്രയോ മൈക്രോ ഫിനാൻസുകളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അവർക്കൊരു നിയമമുണ്ടെന്ന് പോലും അറിയുന്നില്ല. കൊള്ള പലിശയാണ്, യഥാർത്ഥത്തിൽ അമിത പലിശയാണ് നേടുന്നത്. 5 or 6 വർഷം കഴിഞ്ഞ് 30,000 രൂപ കടമെടുത്ത ഒരാൾ ഓഫീസിൽ വന്ന് പറഞ്ഞത് ഇപ്പോൾ അടയ്ക്കാനുള്ള തുക 3 ലക്ഷമാണെന്നാണ്. അവര് മറ്റൊരു സ്ഥലത്തും അടയ്ക്കാത്ത രീതിയിലുള്ള, അടയ്ക്കാൻ പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള സമീപനം ഒക്കെ അവരെടുക്കുകയാണ്. അവർ യോഗത്തിന് വരണം, യോഗത്തിന് ആ സമയത്തിന് കൃത്യം വരണം, പൈസ കൃത്യമായിട്ട് വെക്കണം, അടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അതിനാവശ്യമായിട്ടുള്ള അവരെ വർത്തമാനം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് ഗൗരവപ്പെട്ട രീതിയിൽ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടും. ഈ ബില്ലിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ, അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന് കൂടി പറയാണ്. സാർ, ഞാൻ നിർത്തുകയാണ്. എത്ര നന്മയേറിയ പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനൊരു മറുവശം കൂടി ചിലപ്പോൾ ഇതിന്റെ ഭാഗം ഉണ്ടായേക്കാം എന്ന് ഭയപ്പെടുന്ന ഒരാളും കൂടിയാണ് ഞാൻ. മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, ജീവിതോപാധി തുടങ്ങിയ കാര്യങ്ങൾക്ക് വീട് പണയപ്പെടുത്തി സാധാരണക്കാർ വായ്പ എടുക്കുന്നത് ഗ്രാമത്തിൽ 10 സെന്റ്, നഗരത്തിൽ 5 സെന്റ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വായ്പ നിഷേധിക്കാൻ നല്ലൊരു ബില്ലാണ് ഗവൺമെന്റ് അവതരിപ്പിച്ചത്. ഇത് ജനങ്ങൾക്ക് അങ്ങേയറ്റം ഗുണപ്രദമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാർ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. സാർ, ഇവിടെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരമായ സമീപനത്തെ സംബന്ധിച്ച് പല സ്ഥാപനങ്ങളും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സാർ, നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ, ആ ബാങ്കുകൾ രൂപീകരിക്കുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ജനങ്ങളെ സഹായിക്കുക, വായ്പ കൊടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. സാർ, ഇപ്പോൾ അതൊരു കോർപ്പറേറ്റ് താല്പര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാറ് ഒരു 5 ലക്ഷം രൂപ വായ്പ എടുത്ത ഒരാൾ കൃത്യമായി പൈസ അടച്ചുകൊണ്ടിരുന്നാലും ഒരു തവണ മുടങ്ങിയാൽ സർഫാസി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കുകയാണ്. സാർ, സ്വകാര്യ ബാങ്കുകളുടെ ഗുണ്ടകൾ പെരുമാറുന്നത് പോലെ ഈ ബാങ്കുകളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. സാർ, യാതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലാതെ പിടിച്ചുപറി പോലെ അങ്ങനെ സമീപനമെടുക്കുന്ന ബാങ്കിന്റെ പ്രതിനിധികളുണ്ട്. സാർ, ഇത് കേരളത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം മുമ്പിൽ ഒട്ടേറെ വിഷയങ്ങൾ വരുന്നതാണ്. നല്ലതുപോലെ പണം അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കോവിഡ്, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും മരണപ്പെടുന്നു, അല്ലെങ്കിൽ ചികിത്സ കാരണമൊക്കെ മുടങ്ങിപ്പോകുന്നു. പക്ഷേ കഴുത്തിന് പിടിക്കുന്ന ഒരു സമീപനമാണ് പലരും സ്വീകരിക്കുന്നത്. സാർ, ഇതിനെതിരെ ഞാൻ പറഞ്ഞത് ഒരു വികജന രോഷം കൂടി ഉയർന്നു വരേണ്ടതുണ്ട്. ഗവൺമെന്റ് നല്ലതുപോലെ ഇക്കാര്യത്തിൽ റെസിസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറയുന്നത് വളരെ ശരിയാണ്. അതനുസരിച്ചുള്ള നിയമനിർമ്മാണത്തിലോ മറ്റോ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ നിയമസഭയ്ക്ക് ഉൾപ്പെടെ ആലോചിക്കേണ്ടതുണ്ടെന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ഏതായാലും ഇത്തരം നമ്മുടെ ഈ ഒരു നിയമം വന്നു കഴിയുമ്പോൾ നിയമത്തിന് പറയുന്ന 5 സെന്റ് 10 സെന്റ് തുടങ്ങിയിട്ടുള്ളത് വരുമ്പോൾ അവർക്ക് ബാങ്കുകൾ
ഇത് സാധാരണക്കാരായ മനുഷ്യർക്ക് വായ്പ നിഷേധിക്കാനുള്ള ഒരു നിയമമായി വരരുത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അതിനുള്ള വകുപ്പുകൾ കൂടി ഇതിൽ ചേരണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഇത് ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു നിയമനിർമ്മാണത്തിൻ്റെ ചർച്ചയിൽ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിനെല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഇത് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുണ്ട്. ആ നിർദ്ദേശക തത്വങ്ങൾ 38ഉം 39ഉം എങ്ങനെയായിരിക്കണം നമ്മൾ എടുക്കേണ്ട നടപടികൾ വെൽഫെയറുമായി ബന്ധപ്പെട്ടും എടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതിൽ 39 പറയുന്നുണ്ട്, സമൂഹത്തിൻ്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതുനന്മയ്ക്ക് ഏറ്റവും ഉതകുന്ന വിധത്തിൽ വിതരണം ചെയ്യണമെന്നുള്ളത്. പക്ഷേ പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം, നേരെ തിരിച്ചാണ്. 39C പറയുന്നുണ്ട്, സമ്പദ്ഘടനയുടെ പ്രവർത്തനം സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിലേക്ക് നയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അനുഭവം തുടർച്ചയായിട്ട് കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ ഒരു വെൽഫെയർ നിയമനിർമ്മാണം നടത്താം എന്ന് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു. ഇതുകൂടാതെ മദൻ ലൂക്കൂറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള മുൻ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഉൾപ്പെടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മൾ തേടുകയുണ്ടായി. ഇവിടെ ബഹുമാനരായ അംഗങ്ങൾ പറഞ്ഞ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിലൊന്ന്, നേരത്തെ നമ്മൾ ധനകാര്യ സ്ഥാപനം എന്ന് കണ്ടുള്ളൂ. എന്നാൽ സബ്ജക്ട് കമ്മിറ്റിയിൽ ഉള്ള വിശദമായ ചർച്ചയ്ക്ക് ശേഷം ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനികളും ഇതിൻ്റെ പരിഗണനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സഹകരണ സംഘം പ്രകാരം രജിസ്റ്റർ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ സംഘം എന്ന് അർത്ഥമാക്കും, അവരും ഇതിൻ്റെ പരിധിയിൽ വരും. ഇതുകൂടാതെ നമുക്ക് വിജ്ഞാപനം ചെയ്യാൻ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഗവൺമെൻറ് KSFE, KFC ഇതെല്ലാം വിജ്ഞാപനം ചെയ്ത് അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ കഴിയും. ഇതിൽ 2 ഘടനയാണുള്ളത് സാർ. ഒന്ന്, ജില്ലാതല കിടപ്പാട സംരക്ഷണ സമിതി. അതിൽ ജില്ലാ വികസന കമ്മീഷണർ ചെയർപേഴ്സൺ ആയിരിക്കും. അതുപോലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധി, ഡെപ്യൂട്ടി കളക്ടർ, പിന്നെ ഒരു എക്സ് ഒഫീഷ്യോ അംഗം, ജില്ലാ ലീഡ് ബാങ്കിൻ്റെ പ്രതിനിധിയായിട്ടുള്ള, ഓരോ ജില്ലയ്ക്കും ഒരു ലീഡ് ബാങ്ക് ഉണ്ടാവും, ആ പ്രതിനിധി കൂടിയുള്ള ജില്ലാ സമിതിയാണ്. ഈ സമിതിക്ക് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചില ബഹുമാന്റെ അംഗങ്ങൾ സംശയം ചോദിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ 9ാം ഖണ്ഡത്തിൽ എന്തെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ റിസർവ് ബാങ്ക് ബഹുമാനായ ചീഫ് വിപ്പ് ശ്രീ ഇവിടെ പ്രൊഫസർ ജയരാജ് ചോദിച്ച പോലെ ഇത് കൂടാൻ കാത്തിരിക്കുമോ? യഥാർത്ഥം 2 ഭാഗമുള്ളത്. ഒന്ന്, സുപ്രീം കോടതിയുടെ പല വിധികളിലും പലിശയും പിഴപ്പലിശ എല്ലാം കൂടിയാലും പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാൾ ഇരട്ടിയാകരുതെന്ന് വ്യവസ്ഥയിൽ ചില വിധികളുണ്ട്. അതിനേക്കാൾ പ്രധാനം റിസർവ് ബാങ്കിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. അടവ് മുടങ്ങിയാൽ എപ്പോഴാണ് NPA ആകുക, അപ്പോൾ അതനുസരിച്ച് നടപടി എടുക്കാൻ അവർ നിർബന്ധിതമാകും. പിന്നെ ഈ കമ്മിറ്റിക്കും നേരെ ഒരു കുടിശ്ശിക വന്നു, ജപ്തിയിലേക്ക് വന്നു, ഉടൻ തന്നെ ആ ഉത്തരവാദിത്വം നമ്മൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് ഒഴിവാക്കുക എന്നുള്ള ഒരു ലളിത ചുമതല മാത്രമല്ല ഈ കമ്മിറ്റിക്കുള്ളത്. ജില്ലാതല കമ്മിറ്റി ആദ്യം പിന്നെ അനുരഞ്ജന ശ്രമം നടത്തും. പിന്നെ ഈ കുടുംബത്തിന് എന്തെങ്കിലും അടയ്ക്കാൻ കഴിയുമെന്ന് നോക്കും. ചിലപ്പോൾ ഒരു 8 ലക്ഷം അടയ്ക്കണം, അവരിപ്പോൾ 3 ലക്ഷം കുടുംബത്തിന് അടയ്ക്കാൻ പറ്റുന്നതാണ്. ബാക്കി 5 നമുക്ക് ഏറ്റെടുക്കേണ്ടത്. ആ ഭാഗമായിരിക്കും നമ്മൾ ഏറ്റെടുക്കുക. അല്ലാതെ ഉള്ളത് മുഴുവൻ ഒരു ബ്ലാങ്ക് ഇതായിട്ട് കൊടുക്കുകയല്ല. അത് ചർച്ച നടത്തിക്കൊണ്ട് ചിലപ്പോൾ അവർക്ക് തന്നെ അവർ പറയാണ്, ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയാൽ മതി, ഞങ്ങൾ തന്നെ അടയ്ക്കാം. അപ്പോൾ ഗഡുക്കളായിട്ട് അതിനുള്ള അനുരഞ്ജന ശ്രമം നടത്താനുള്ള അധികാരവും തീരുമാനം എടുക്കാനുള്ള അധികാരവും ഈ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഈ കാരണങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് മറ്റ് കുടുംബാംഗങ്ങൾക്ക് വേറെ സ്വത്തുണ്ടോ, അവരുടേതല്ലാത്ത കാരണങ്ങൾ, വിൽഫുൾ ഡിഫോൾട്ടേഴ്സിന് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇത് ബാങ്ക് കൊടുക്കാതിരിക്കുമോ, അത് ശരി. ഇനിയിപ്പോൾ 5 സെന്റ് ഉള്ള ആള് 3 ലക്ഷം വരുമാനം താഴെയാണെങ്കിൽ ലോൺ എടുത്താൽ ഇനി അടയ്ക്കാതിരുന്നാൽ ഗവൺമെന്റ് ഏറ്റെടുത്തോളും എന്ന ചിന്ത ഇതിന് പ്രസക്തമല്ല. വിൽഫുൾ ഡെഫോൾട്ടേഴ്സിനെ ബോധപൂർവം അടവ് വീഴ്ച വരുത്തുന്ന ആളുകളൊന്നും ഇതിനകത്ത് പരിഗണനയിൽ വരില്ല. നേരത്തെ പറഞ്ഞ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് വരുന്നത് മാത്രമേ ഇതിനകത്ത് വരികയുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ രേഖകളൊക്കെ പരിശോധിച്ച് സംസ്ഥാനതല കമ്മിറ്റിക്ക് കൊടുക്കും. സംസ്ഥാനതല കമ്മിറ്റി സെക്രട്ടറി ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പാണ് അതിൻ്റെ ചെയർപേഴ്സൺ. അതിൽ വിവിധ വകുപ്പുകളുടെ പ്രതിനിധി കൂടാതെ സ്റ്റേറ്റ് ലെവൽ ബാങ്ക് കമ്മിറ്റിയുടെ പ്രതിനിധി കൂടി അവരകത്തുണ്ടാകും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അധികാരത്തിൽ നേരെ ഇത് കൊടുക്കുക എന്നുള്ളതല്ല, ഇത് പരിശോധിച്ചിട്ട് കൊടുക്കേണ്ടതാണോ, ബാധ്യത മുഴുവൻ ഏറ്റെടുക്കണോ എന്നതിനെ സംബന്ധിച്ചുള്ള ആ തീരുമാനം നടപ്പിലാക്കാം. അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലത് നമ്മുടെ ചില പുനരധിവാസ പദ്ധതി ലൈഫിൽ ഉൾപ്പെടുത്തുന്നതായിരുന്നു കുറേ കൂടി നല്ലത്. അല്ലെങ്കിൽ പുനർഗേഹത്തിൽ ഉൾപ്പെടുത്താം. വേറെ ഏതെങ്കിലും പദ്ധതിയിൽ ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ പേര് കൂടി ശുപാർശ ചെയ്യാൻ, അതിലേക്ക് ഉൾപ്പെടുത്താനുള്ള അധികാരവും സംസ്ഥാനതല കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിനകത്ത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവർക്കുള്ള സമയം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ബഹുമാനരായ അംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം എന്നാണ് കരുതുന്നത്. ബില്ല് വായിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം വരാറില്ല. ഇപ്പോൾ ജാമ്യം ഒരാൾ വീടിനെടുത്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീടാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കൊളാറ്ററായിട്ടുണ്ടെന്ന് കരുതാം. അല്ലാതെ എടുത്തിട്ട് ഒരു ജാമ്യക്കാരനെ വെച്ചെടുത്തു. ഇത് അടയ്ക്കാതെ ഒന്ന് ജാമ്യക്കാരന് ജപ്തി വരുന്നു. ഈ ജാമ്യക്കാരൻ എന്ത് ചെയ്യും? അയാളും ഈ പറയുന്ന പരിധിക്കകത്ത് വിടാം. അപ്പോൾ ജാമ്യക്കാരനുള്ള അയാളുടെ കിടപ്പാടം പോകാതിരിക്കാൻ, അപ്പോൾ നേരെയുള്ള ആദ്യത്തെ കടമെടുത്ത ആൾക്ക് മാത്രമല്ല, അസലായിട്ടുള്ള ആൾക്ക് മാത്രമല്ല, ഇതിന് ജാമ്യം നിൽക്കുന്ന ആളുടെ കിടപ്പാടം കൂടി സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ കൂടി ഈ നിയമത്തിനകത്തുണ്ട് സാർ. ഇതാണ് ഇവിടെ ബഹുമാനരായ അംഗങ്ങൾ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ. നമുക്കിന്ന് 10 ബില്ലുകൾ ഉണ്ടാവും. ഒറ്റ കാര്യം സർ, ഈ ബില്ല് ഇങ്ങനെ ഒരു ബില്ല് വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പഞ്ചായത്തുകളിൽ 10 സെൻറ്റിന് താഴെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ 5 സെൻറ്റ് താഴെയുള്ളവർക്ക് ഈ ബാങ്കുകൾ, സർവീസ് സഹകരണ ബാങ്കുകൾ ലോൺ കൊടുക്കാതായി. ഇനിയിപ്പോൾ ഈ നിയമം പ്രാവർത്തികമായി വന്നാൽ അത് നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതി വരില്ലേ എന്നതാണ് എൻ്റെ സംശയം. ആണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ മിക്കവാറും സ്ഥലങ്ങളിൽ ആയിക്കഴിഞ്ഞു സാർ, മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഈ നിയമത്തിന്റെ ഉള്ളടക്കം മനസ്സിലാകാതെ വന്നപ്പോണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമാണ്. അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവുള്ളൂ സാർ. നേരത്തെ ഇതിപ്പോൾ പല സഹകരണ ബാങ്കുകളിലും ജപ്തി ചെയ്യാനും പറ്റില്ല, കാശ് തിരിച്ചടയ്ക്കില്ല. ജപ്തി ചെയ്യുമ്പോഴേക്കും MLA പോയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് പോയിരുന്നു, ആളുകൾ പോയിരുന്നു. ഇവരെവിടേക്ക് പോകും? ചോദ്യം വന്നു. സഹകരണ ബാങ്കിൻ്റെ ആളുകളാണെങ്കിലും ജനകീയ പ്രവർത്തകരായിരിക്കും. ഇവരിറക്കി വിട്ടാൽ അവർക്ക് എങ്ങനെ പുറത്തിറങ്ങിയേക്കാൻ പറ്റും? ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവർ നേരിടും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞത് ശരിയാണ്. കരുതിയിരുന്നത് ഇപ്പോൾ ചില കടാശ്വാസ കമ്മീഷൻ ഉണ്ട്, അവർ നേരെ ഇത് കട എഴുതിയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ വ്യവസ്ഥയുണ്ടോ എന്ന് നോക്കില്ല. ഇപ്പോൾ നമ്മുടെ പ്രളയത്തിന് ശേഷമുള്ള ട്രിബ്യൂണൽ, അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ടല്ലോ, അവർ നല്ല ആനുകൂല്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മാനദണ്ഡം നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ കരുതിയിട്ട് ഈ പറയുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ നിയമം വായിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ കൂടുതൽ ആവേശത്തോടു കൂടി കൊടുക്കാനാണ് സാധ്യത. കാരണം എങ്ങാനും അവരുടേതല്ലാത്ത കാരണം കൊണ്ട് കുടിശ്ശിക വന്നാൽ അവർക്ക് കിട്ടേണ്ട പണം ഗവൺമെൻറ് ഉറപ്പുവരുത്തുക ചെയ്യുന്നത്. ഉറപ്പുവരുത്തുക മാത്രമല്ല, ജില്ലാ കളക്ടർ ആ ഫണ്ട് ആ ബാങ്കിന് നൽകി കഴിഞ്ഞിട്ടാണ് ഈ രേഖകൾ കൈമാറുക. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് കുറെ കൂടി സന്തോഷകരമായിട്ട് ഇനിയും കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഒരു കാര്യം പ്ലീസ്, ഇത്തരം വളരെ പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കാൻ അങ്ങേക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയ മഹാഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. കാരണം ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ് സാർ. സംശയം എന്താ വെച്ചാൽ അധ്യായം 2 5-3 ഈ പണയപ്പെടുത്തിയ വസ്തു ഒഴികെ കടമെടുത്തയാൾക്കും കുടുംബത്തിനും മറ്റ് വസ്തുക്കളോ ഉണ്ടായിരിക്കുവാൻ തിരിച്ചടയ്ക്കുവാൻ മറ്റു മാർഗം ഉണ്ടായിരിക്കുവാനോ പാടില്ല എന്നുള്ള നിബന്ധനയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തെ ഈ ആളിന് മറ്റെവിടെയെങ്കിലും വസ്തു ഉണ്ടാക്കില്ലെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു കോൺട്രവേഴ്സി ഇല്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഏക കിടപ്പാടം മാത്രം അല്ലാതെ അതായത് നമ്മുടെ കണ്ടീഷനത് ജില്ലാതല കിടപ്പാട സംരക്ഷണ സമിതിയുടെ അധികാരത്തിനകത്ത് പറയുന്നൊരു കാര്യം, പണയപ്പെടുത്തിയ വസ്തു, അതായത് 7 വരും സാർ, 9-5-6 വരും. പണയപ്പെടുത്തിയ വസ്തുവിന്മേൽ ഉൾപ്പെടെ ഏക കിടപ്പാടം മാത്രം സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിക്കവറിക്ക് ഇടപെടൽ വിധേയമാക്കാനുള്ള സാധ്യത സംബന്ധിച്ചോ ഈ വേറെ സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ സാധ്യത ഒരിക്കലും വരുന്നില്ലല്ലോ. കാരണം ഓൾറെഡി തന്നെ ഈ 5 സെൻറ്റുകാരന് മാത്രമല്ലേ കൊടുക്കാൻ നിയമമുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് വേറെ ഇല്ല. അപ്പോൾ രണ്ടും തമ്മിലൊരു കോൺട്രവേഴ്സി ഇല്ല എന്നുള്ള സംശയമാണ്. ഇല്ലില്ല. മാനദണ്ഡങ്ങളിൽ പറയുന്നുണ്ട്. മറ്റ് കടമെടുത്തയാൾ സംബന്ധിച്ച് ഈ വ്യവസ്ഥയിൽ വരുമ്പോൾ കടമെടുത്തയാൾക്കോ കുടുംബത്തിനോ സ്വന്തം പേരിലോ കൂട്ടായ പേരിലോ ഉള്ള ആകെ ഭൂമിയുടെ വിസ്തൃതി ഇത്രയായിരിക്കണം. അവർക്ക് മറ്റൊരിടത്തും സ്ഥലം ഉണ്ടാകാൻ പാടില്ല എന്നതും 3 പറയുന്നുണ്ട്. പണം പെടുത്തിയ വസ്തു ഒഴികെ കടമെടുത്തിയ ആൾക്കും അത് കമ്മിറ്റിക്ക് പരിശോധിക്കാം. എന്നാലും അതാണ് അതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നത്. കാരണം എവിടെയെങ്കിലും ഉണ്ടെന്ന് വന്നാൽ അപ്പോൾ ഈ അപേക്ഷയോടുകൂടി റിജക്റ്റ് ചെയ്യുന്നുള്ളതാണ് ആ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ക്ലോസ് ടു ക്ലോസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് നോക്കുകയും ചെയ്യാം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സാർ. ഇന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ നിയമം പൈലറ്റ് ചെയ്യാനും ഇന്ന് കൺസിഡറേഷൻ പാസിങ്ങിലും സംസാരിക്കാനും കഴിഞ്ഞത് ഒരു നിയമസഭാ അംഗമെന്ന നിലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ കരുതുന്നു. ഇതുവരെ പല നിയമങ്ങളും ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇന്ന് ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് സാർ. ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലെല്ലാം വായിച്ചൊരു വാർത്തയുണ്ട്. ഒരു പ്രകൃതി ദുരന്തമുണ്ടായി, മനുഷ്യർ ജീവൻ നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു, കൃഷി നഷ്ടപ്പെടുന്നു, അവർക്കുള്ള എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർ. ആ മനുഷ്യരുടെ അവരുടെ വായ്പയ്ക്ക് ജപ്തി നോട്ടീസുമായിട്ട് ബാങ്കുകൾ വരികയാണ്. ബാങ്ക് വരുമ്പോൾ കോടതി സുവമോട്ടോ അതിനകത്ത് ഇടപെടുന്ന ഘട്ടത്തിൽ കേന്ദ്രം നൽകിയ അഫിഡാവിറ്റ് ഇവർക്കൊരു സഹായം നൽകാൻ, ഇവരുടെ വായ്പ എഴുതിത്തള്ളാൻ ഞങ്ങൾക്ക് നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണേണ്ടത് സാർ, യഥാർത്ഥത്തിൽ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ 13-ാം വകുപ്പ് അത്തരത്തിൽ അധികാരം നൽകുന്ന വകുപ്പായിരുന്നു.
ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മൾ ആദ്യം 2024 ആഗസ്റ്റ് 17 മെമ്മോറണ്ടം കൊടുത്തു. നവംബർ 23 വിശദമായ മെമ്മോറണ്ടം എടുത്തു. എന്നാൽ 2025 മാർച്ച് 29 കേന്ദ്രം ആ നിയമം ഭേദഗതി ചെയ്തിട്ട് ഈ തീവ്ര ദുരന്തത്തിൽ പെടുന്ന ആളുകൾക്ക് കടം എഴുതിത്തള്ളാൻ നിയമത്തിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥ ഇല്ലാതാക്കിയിട്ട് ഹൈക്കോടതി വന്ന് പറയുകയാണ് നിയമത്തിൽ വ്യവസ്ഥയില്ല സാർ എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് അധികാരമില്ല എന്ന് സർഫാസിയെ സംബന്ധിച്ച് ഈ നിയമസഭാ കമ്മിറ്റി തന്നെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിയമിച്ച വിദഗ്ധ സമിതി പറഞ്ഞു മറ്റ് നിയമോപദേശത്തിലും നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ്, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന കാഴ്ചപ്പാടോടുകൂടി സാമ്പത്തികമായ ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇല്ലാത്ത നിയമം ഉണ്ടാക്കുന്ന ബദലാണ് ഈ സർക്കാരിന്റെ പ്രത്യേകത സാർ. അതുകൂടി ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.